ഏട്ടാ ഏട്ടത്തി ഛർദിച്ചു. കൺഗ്രാറ്റ്സ് പറഞ്ഞോണ്ടിരിക്കാതെ അവക്കുമല്ല മരുന്ന് വാങ്ങിച്ചോണ്ട് കൊറ. ഏട്ടാ ഏട്ടത്തിക്ക് വയറ്റിലുണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ലേ. എടാ പൊട്ട, നീ ഒരു അച്ഛനാവാൻ പോണെന്ന്. ആര്? ഞാനാ? വെച്ചിട്ട് പോടെ. അളി അവള് പ്രഗ്നന്റ് ആണെന്ന്. കൺഗ്രാറ്റ്സ് ജേക്കബ്. ഒന്ന് പോളിയാ. ഞാൻ എന്റെ ഡാഡയുടെ മമ്മിയുടെ മൊത്തം എങ്ങനെ നോക്കും? എന്റെ ഡാഡയുടെ മമ്മി ഞാനൊരു വൃത്തികെട്ടനാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഉറപ്പായിട്ടും ജേക്കബ്. കാരണം നീ സ്കൂൾ ഫസ്റ്റ് ആണ്, ക്ലാസ് ഫസ്റ്റ് ആണ്. പോരാത്തന്നെ ഒരു പെമ്പിളോട് സംസാരിക്കില്ല. അവരൊന്നും മിണ്ടിയാ പോലും നീ ഒരു അക്ഷരം മിണ്ടൂല. ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞ് അവളെ വീട്ടിൽ സീനായി കൊടുത്തു. അങ്ങനെയുള്ള നീ കല്യാണവും കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവള് ഗർഭിണിയായെങ്കിൽ നീ എന്തൊരു കാമപ്രാന്തനാണോ? ആണല്ലേ അളി? നിനക്കറിയാമോ, ഞാൻ ഒരു ബ്ലൂ ഫിലിം പോലും കണ്ടിട്ടില്ല. എന്തിനൊരു ബുക്ക് പോലും വായിച്ചിട്ടില്ലടാ. ഓ, ഇതൊന്നും കാണാതെ എങ്ങനെ? അപ്പൊ ഇത് കണ്ടിരുന്നെങ്കിലാ. അതൊക്കെ പോട്ടെ. നിന്റെ അച്ഛൻ നിന്നെ എത്ര നേർച്ച ചേർന്നിട്ടാണ് നീ ഉണ്ടായത്? 25. അപ്പൊ നിനക്കറിയാം. നീയാണ് കല്യാണം കഴിഞ്ഞോടെ ഒരു മാസം ആയപ്പോ ഇതായത്. അവിടെ നിന്റെ തന്തനെ മൊത്തം നീ എങ്ങനെ നോക്കൂടാ? അയ്യോ, ഡാഡെ വിളിക്കണം. ഞാൻ എന്തോന്ന് പറയട്ടെ? നീ എന്തേലും പറ, എനിക്കെങ്ങനെ അറിയാം? എന്റെ അന്തല്ലല്ലോ. ഹലോ. ഹലോ മോനെ, കൺഗ്രാറ്റ്സ്. ഡാഡാ, അതെന്റെ ഗർഭമല്ല. എന്റെ ഗർഭം ഇങ്ങനെയല്ല. നിങ്ങളാരും എന്നെ ഒരു വൃത്തികെട്ടനായിട്ട് വിചാരിക്കല്ലേ. ഞാൻ ഡാഡയെ പോലെ നല്ലവനാ. അളിയാ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ശതം ഖേയ